കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ തൃത്താലയുടെ MLA ആയിരിക്കുന്ന VT ബൽറാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എക്സാലോജി കേസിൽ വീണ തൈക്കണ്ടിക്ക് ലഭിച്ച പിന്തുണയുടെ പകുതിയുടെ പകുതി പോലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ജിതിൻ ഭാസ്കർ എന്ന ഡിവൈഎഫ്ഐ നേതാവിന് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്തരം ഒരു രണ്ട് നീതി ഇവർക്ക് ലഭിച്ചത് എന്നുള്ള ചോദ്യമാണ് VT ബൽറാം ഉന്നയിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു വീണ തൈക്കണ്ടിയുടെ വീട് റെയ്ഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ചെമ്പട ഫുള്ള് ഇളകിയത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ജിതിൻ ഭാസ്കറിന് ഈ പറഞ്ഞ പിന്തുണ ലഭിക്കാത്തത്? സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് 5 നേരം നിസ്കരിക്കുന്ന ദീനിയായിട്ടുള്ളൊരു യുവാവാണ്. നമ്മുടെ മറ്റേത് ഒരു കാഫിറായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നവർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അത്ര വിശാലമായിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കി പാവം കഷ്ടപ്പെട്ട് എത്ര നേരത്തെ പണിയായിരിക്കും. ആ പണിക്ക് പോലും ഡിവൈഎഫ്ഐക്കാർ കൃത്യമായിട്ട് കൂലി കൊടുത്തില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. അപ്പോൾ ഒരു പിന്തുണ ആ വിജയത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഷാഫി പറമ്പലിന് കിട്ടിയ 1,00,000 ചില്ലുവാൻ ഓട്ടല്ലോ. നമ്മളെപ്പോഴും പറയും ഇപ്പോൾ ചെമ്പട ഇത് ചെമ്പട, ശൈലജ ടീച്ചർ ചെമ്പട. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ ഷഫി പറമ്പിൽ വോട്ട് ചോദിച്ച് ഇറങ്ങി വരുമ്പോൾ ഇപ്പുറത്ത് നിന്ന് ചെമ്പട ഇത് ചെമ്പട എന്ന് വിളിച്ചതിൻ്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഒരു സൈഡിലൂടെ എങ്ങനെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി വിജയിപ്പിക്കാൻ നോക്കുമ്പോൾ ഇപ്പുറത്തൂടെ വന്ന് ധാർഷ്ട്യം കാണിച്ചതെല്ലാം നശിപ്പിച്ചളയുന്നൊരു ശൈലി. ഇതാണ് യഥാർത്ഥത്തിൽ വടകരയിൽ നടന്നത്. പതിയെ ആ സ്ക്രീൻഷോട്ടിന്റെ പുറകേക്ക് പോയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വർഗീയതയ്ക്ക് അവിടെ ധ്രുവീകരണം ഉണ്ടാക്കായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഇതെല്ലാം മുങ്ങിപ്പോയത് ചെമ്പട ഇത് ചെമ്പട, ശൈലജ ടീച്ചർ ചെമ്പട, ഇതിലങ്ങ് മുങ്ങിപ്പോയി. സ്വാഭാവികമായിട്ടും അതിനെല്ലാം ശേഷം എപ്പോഴും വരുന്നൊരു വാർത്തയുണ്ട്. ശൈലജ ടീച്ചറിനെ നിയമസഭയിലേക്ക് പാർലമെന്റിലേക്ക് അയക്കുന്നതിൽ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും. അതുകൊണ്ടാണല്ലോ കുത്തിയത്. കാരണം ശൈലജ ടീച്ചറിനെ ഒതുക്കുകയാണ് എന്നൊരു തോന്നൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറയും ശൈലജ ടീച്ചർക്കുണ്ടായിട്ടുള്ള തോൽവി 1,00,000 സംതിങ് വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ദീനിയായിട്ടുള്ള യുവാവ് വിജയിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ അവിടെ പാർട്ടി തിരിച്ചു കുത്തിയതാണ്. 5 വർഷം ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ അടുത്ത കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രി ആകുമെന്ന് ജനങ്ങൾ ഘോര പാടി നടന്നൊരു വനിതാ നേതാവ്. ഇപ്പോൾ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പോൾ KR ഗൗരിയെ പറ്റി. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് പറയുന്നുള്ള പഴയ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു മുദ്രാവാക്യമായിരുന്നു ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇപ്പുറത്തേക്ക് പാർലമെന്റിലേക്ക് വെറുതെ ഒരു മൂലയ്ക്ക് അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി വിടുന്നു. അതെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽ ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു നറേറ്റീവ് പരക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഘട്ടത്തിലൊന്നും ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലുള്ളവരോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും അത് വിശ്വസിച്ചിരുന്നില്ല. വെറും കോൺഗ്രസ് ഇറക്കുന്ന നറേറ്റീവുകളായി മാത്രമാണ് അത് കണ്ടിരുന്നത്. ഇപ്പോൾ രാഹുൽ പറഞ്ഞ ആ പോയിന്റ്, വടകരയിൽ ശൈലജ ടീച്ചർ മത്സരിച്ച് ജയിച്ചിരുന്നുവെങ്കിൽ അവർ പാർലമെന്റിലേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞ് വോട്ട് മാറിക്കുത്തിയ ഒരു അസംഭവം ഉള്ളതാണ്, തമാശ പറഞ്ഞതല്ല. അങ്ങനെ ചിന്തിച്ച കുറേയധികം ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ തുടർച്ചയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന് വേണം പറയാൻ. ഇപ്പൊ അന്ന് തുടങ്ങിയ ആ പ്ലാനിങ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടിയത് ഇവിടെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ശൈലജ ടീച്ചർ സങ്കടപ്പെടുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അതെ, അന്ന് ഞാൻ പറഞ്ഞില്ലേ, ശൈലജ ടീച്ചറോ പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോ ഈ പറഞ്ഞ നറേറ്റീവ് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശൈലജ ടീച്ചർ പോലും പറയുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ, എനിക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അവർ പാർട്ടി സമ്മേളനത്തിൽ ശുഭിതയായി സംസാരിച്ചു, വികാരാതീതയായി സംസാരിച്ചു എന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കത് വ്യക്തമായി അവരെ കൃത്യമായി ഒതുക്കാനുള്ള കാര്യമാണത് ചെയ്തിരുന്നതെന്നും ഒന്ന് ആലോചിച്ചു നോക്കുക. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ശൈലജ ടീച്ചറിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അങ്ങ് ഉയരത്ത് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് പറയുമ്പോൾ അതവിടെ താഴെ എത്തുകയാണ്.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ MLA മത്സരിച്ച് തോക്കുക എന്ന് പറയുമ്പോൾ ഗ്രാഫ് നേരെ താഴെ പോവുകയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും അവരുടെ ഗ്രാഫ് എന്ന് പറയുന്നത്? മുൻ ആരോഗ്യമന്ത്രി, ഒരു വിജയിച്ച ഒരു ആരോഗ്യമന്ത്രി എന്ന ലേബൽ ആയിരിക്കില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഒരു നേതാവ്, അതായത് അതെ, പരാജയപ്പെട്ട MLA എന്നുള്ള ടാഗ് ലൈൻ ആയിരിക്കും അവർക്ക് ബാക്കി ഉണ്ടാവുക. അപ്പോൾ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി എന്തുകൊണ്ടും തേച്ചുടച്ച് കളഞ്ഞത് പാർട്ടി തന്നെയാണ്. അല്ല, ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട്. ഇത് വലിയ രീതിയിൽ വിവാദമായിട്ടുള്ളൊരു വിഷയമാണ്. അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ് പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ മത്സരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം നമ്മൾ കണ്ടതാണ്. ഇത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, മുസ്ലിം ലീഗാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത് തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പോയതല്ല, തങ്ങളല്ല ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കണമെന്നുണ്ടായിരുന്നു. തങ്ങൾ അങ്ങനെ വോട്ട് ചോദിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. അത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അറിയണം എന്നുള്ള ഒറ്റ ബോധ്യത്തിലായിരുന്നു മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്തു. കാരണം ഈ വിഷയം അന്വേഷിക്കണം, ആരാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് പുറകിലെന്ന്. അത് കൃത്യമായിട്ട് വീണ്ടും പോലീസ് അന്വേഷിക്കുന്നു. പോലീസ് കുറേ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇത്തരത്തിൽ ജിതിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാം. ഷാഫി പറമ്പിൽ ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗ് വോട്ട് ചോദിക്കുന്നത് മുസ്ലിം ആയിട്ടൊരു യുവാവ്, നമ്മളുടെ ദീനിയായിട്ടൊരു യുവാവ്, 5 നേരം നിസ്കരിക്കുന്ന യുവാവ്, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം. ഷാഫി പോലും പറഞ്ഞിട്ടില്ലാത്ത വർഗീയത എന്നല്ല, ഷാഫി പറഞ്ഞിട്ടില്ലാത്ത മതം പറഞ്ഞത് ഈ ഡിവൈഎഫ്ഐക്കാർ തന്നെയാണ്, ഈ പാർട്ടിക്കാർ തന്നെയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ, ഫാത്തിമ തഹലിയുടെ കാര്യത്തിൽ ഇതേ ഒരു സ്റ്റൈൽ ഓഫ് ആക്ഷൻ എടുക്കാൻ ഇവർ ശ്രമിച്ചില്ലേ? എനിക്ക് തോന്നുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് പുറത്തു വന്നു എന്ന് മാത്രം, എല്ലാ കാലത്തും ഇത് അണ്ടർഗ്രൗണ്ടിൽ വർക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇനി അത് വർക്കൗട്ട് ആകില്ല. അതായത് 1 പിഴച്ചു, 2 പിഴച്ചു, ഇനി 3ാമത് ആര് ചെയ്താലും ഇത് ഇരിക്കാൻ പോകുന്നത് CPM-ന്റെ തലയിലാണ്. അല്ല, ഇതിനകത്തൊന്നും ആലോചിച്ച് നോക്കുക. ആദ്യം പിഴച്ചത് എത്ര വോട്ടിനാണ്? 1,00,000-ന് മുകളിൽ വോട്ടിനാണ്. പിന്നീട് 2ാമത് എവിടെയാണ്? പേരാമ്പ്ര എന്ന് പറയുന്ന CPM-ന്റെ ഉരുക്കു കോട്ടയിലാണ്. TP രാമകൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഫാത്തിമ തഹലിയ വിജയിച്ചു വരുന്നത്. അപ്പോൾ അവിടെയൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. ഈ കോട്ടയിൽ സ്വന്തമായിട്ട് വർഗീയത അഴിച്ചു വിട്ടുകൊണ്ട്, കാരണം ഇതെല്ലാം ഒരു ഹിന്ദു മെജോറിറ്റി മണ്ഡലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം വിരോധം വരികയാണെങ്കിൽ ഹിന്ദുക്കളെല്ലാം തിരിച്ച് തങ്ങൾക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇപ്പോൾ മുസ്ലിം വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു MLA, ആ രീതിയിൽ പലപ്പോഴും സൃഷ്ടിക്കുന്നത് BJP ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ BJPയേക്കാൾ വർഗീയത അഴിച്ചുവിടുന്ന, വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പാർട്ടിയായിട്ട് CPM മാറുന്നുണ്ട്. അത് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് BJP ആണ്. BJP വർഗീയത പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ വർഗീയത അത് വെള്ളാപ്പള്ളി നടേശന് വർഗീയത പറയാൻ കൂട്ടു നിൽക്കുകയായിരുന്നു. എന്നാലും മറ്റുള്ളവർ വർഗീയത പറയുന്നു, വർഗീയത പരത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കുട്ടി സഖാക്കന്മാരെ ഇറക്കി വിടുകയാണ്. നിങ്ങൾ പോയി എന്ത് വില കൊടുത്തും ഇവിടെ ഈ മണ്ഡലത്തിൽ നമുക്ക് ഈ വിജയമാണ് വേണ്ടത് എന്നൊരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്നു, ഒരു ടാർഗറ്റ് ഉണ്ടാക്കുന്നു. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഈ കുട്ടി സഖാക്കളെ ഇറക്കി വിടുകയാണ്. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ അജണ്ട എവിടെ പോയി? ഇവർ പറയുന്ന പ്രത്യയശാസ്ത്രം എവിടെ പോയി? ഇവർ ഉദ്ദേശിക്കുന്ന സെക്യുലറിസം എവിടെ പോയി? അപ്പോൾ ഇതിനൊന്നും മാനം കൊടുക്കാതെ ഈ പറഞ്ഞ നമ്മൾ പറയാറില്ലേ, ഈ പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങുന്ന ഒരു കോക്കസ് ഗ്രൂപ്പ്, അതിൽ 1-2 പേർ കൂടുതലുണ്ടാവും. ആ കോക്കസ് ഗ്രൂപ്പിന് പുറത്തേക്ക് പാർട്ടി വളരരുത് എന്നുള്ള തോട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാം ഉണ്ടാകുന്നത്. പാർട്ടിയല്ല ജയിക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ ഫാത്തിമ തഹലിയ തോൽക്കണം എന്നതിനേക്കാൾ പലരും ഈ കോക്കസ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താകണം, നമ്മുടെ കോക്കസിന് പുറത്ത് നിൽക്കുന്ന ആരും വിജയിച്ചു വരരുത്, അവർക്കൊരു വലിയ പബ്ലിക് ഇമ്പാക്റ്റ് ഉണ്ടാകരുത് എന്നുള്ള തോട്ടിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് അവർ മനസ്സിലാക്കി കാണും, വർഗീയത പറഞ്ഞുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താണെങ്കിലും ജനങ്ങൾ തിരിച്ചടിക്കും, ജനങ്ങൾക്ക് മനസ്സിലാകും. ഇനി എത്ര വർഗീയത പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ വികസനത്തിനൊപ്പമായിരിക്കും, കാഴ്ചപ്പാടുകൾക്കൊപ്പമായിരിക്കും, നല്ല നേതാക്കൾക്കൊപ്പമായിരിക്കും.